പൂജേ പൂജേ നിക്കവിടെ. നിങ്ങൾ ഇതെവിടെ കയറി പോവാ? അമ്മേ, ഒരു വിളിക്കേ, നോക്കി നിൽക്കാതെ. അതെ, ഞാൻ ദത്തേട്ടനെ വിളിക്കാം. വേണ്ട വേണ്ട, ആരും ആരെയും വിളിക്കണ്ട. ഇത് കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. സത്യം പറ പെണ്ണുപിള്ളേ, ഈ കച്ചവടത്തിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? രൂപയോ? അതെ, രൂപ. എന്താ കേട്ടിട്ടില്ലേ? എന്റെ കൊച്ചിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയതിന് ആ സ്വാമിനാഥൻ ഡോക്ടർ നിങ്ങൾക്ക് എത്ര രൂപ തരുമെന്ന്? ഏത് സ്വാമിനാഥൻ ഡോക്ടർ? പൂജയുടെ അമ്മാവൻ ഡോക്ടർ സ്വാമിനാഥൻ. അയാളല്ലേ നിങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എനിക്ക് ഒരു സ്വാമിനാഥൻ ഡോക്ടറെ അറിയാൻ പാടില്ല. ആരും എന്നെ പറഞ്ഞയച്ചതുമല്ല. എന്റെ മോന്റെ കുഞ്ഞിന്റെ അവകാശം സ്ഥാപിക്കാൻ ആരെങ്കിലും എന്നെ പറഞ്ഞയക്കണോ? ചോണയുണ്ടെങ്കിൽ പൂജനെ വിളിക്ക്, ഞാൻ അവളോട് സംസാരിക്കാം. അവള് പറയട്ടെ, അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മോനാണോ അതോ നിങ്ങളുടെ കൊച്ചുമോനാണോ എന്നാണ്. പൂജ, ഞാൻ തടയില്ല. നിന്റെ മനസ്സുപോലെ നിനക്ക് പറയാം. മുത്തശ്ശി, മുത്തശ്ശി അല്ലാതെ ആരെങ്കിലും ഈ വീട്ടിൽ നിങ്ങൾ കേട്ടോട് നിൽക്കൂ. മുത്തശ്ശി അകത്ത് കയറിപ്പോ, ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. നീ എന്ത് ചെയ്യാനാ? ഇവരെ തല്ലി പുറത്താക്കുവോ അതോ നിന്റെ ഭർത്താവിനെ വിളിച്ചു വരുത്തുവോ? അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുവോ? ഒരിക്കൽ മുത്തശ്ശി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയതല്ലേ, എന്നിട്ട് പരിഹരിച്ചോ? പരിഹരിക്കേണ്ടത് നമ്മളാരും അല്ലല്ലോ, പൂജയല്ലേ. അവൾ അന്ന് ഇവരെ അറിയുക പോലും ഇല്ലെന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടതല്ലേ? അന്ന് മാത്രമല്ല, ഇന്നും ആട്ടി ഇറക്കി വിടും. ഓഹോ, എന്നാ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് തന്നെ കാര്യം. പൂജ, പൂജ, ദേ നിൽക്കുന്നു പൂജ. നിങ്ങൾക്ക് എന്താ ചോദിക്കേണ്ടതെന്ന് വെച്ചാ ചോദിക്കേ. അന്ന് ചോദിച്ച കാര്യം തന്നെയാണെങ്കിൽ ആവർത്തിക്കേണ്ട. ഞാനും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതിന് നമ്മൾ തമ്മിൽ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും ഞാനുമായിട്ട് ബന്ധമുണ്ട്. എന്ത് ബന്ധം? എന്ത് ബന്ധമാണെന്ന് നിനക്കറിയില്ല? ആ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകൻ ഷാനുവാണെന്ന്. അത് തീരുമാനിക്കുന്നത് നിങ്ങളാണോ? എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ഞാനല്ലേ പറയേണ്ടത്? കേട്ടോ, ഞാൻ പറയുന്നു, എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ഈ നിൽക്കുന്ന ആദ്യാണെന്ന്. അങ്ങനെ നീ അങ്ങ് വെറുതെ പറഞ്ഞാ മതിയോ? എന്റെ മകൻ ഷാനുമായിട്ടായിരുന്നില്ലേ നിനക്ക് പ്രണയം? ഒന്ന് കാണുന്ന മിണ്ടുന്ന പ്രേമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞ? അങ്ങനെയാണെങ്കിലേ ആ കോളേജിലെ എല്ലാ ആമ്പിള്ളേരും ഇവളുടെ കാമുകന്മാരായിരിക്കണമല്ലോ. എടാ, നാണം ഉണ്ടോ നിനക്ക് എന്നോട് ഇങ്ങനെ സംസാരിക്കാൻ? എടാ, ഇവളുടെ ദുഃഖം കൊണ്ട് നീ അല്ലേടാ എന്റെ വീട്ടിലോട്ട് വന്നത്? എന്ത് ദൂത്? ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് മരിച്ചപ്പോൾ ആ ഒരു സെന്റിമെന്റ്സ് കൊണ്ട് ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി അവിടെ വരെ വന്നു. അത് ഇത്ര വലിയ തെറ്റായിപ്പ്? മതി, ഒന്ന് നിർത്തിക്കേ. ഇനി ആരും ഒന്നും പറയണ്ട. അല്ല മുത്തശ്ശി, ഇവര് ഇവിടെ വിളിച്ചോണ്ട് അകത്ത് കയറിപ്പോ. അങ്ങനെ അങ്ങ് പോയാലെങ്ങനെ? ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് പോയാ മതി. ഇവളുടെ കൊച്ചിന്റെ വാപ്പ എന്റെ ഷാനുവാണെന്നുള്ളതിന് എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട്.
അത് തെളിയിച്ചിട്ട് പോയാ മതി. അതെ, ഈ വീടിന്റെ പേര് ചെമ്പകശ്ശേരി എന്നാ. ഇവിടുത്തെ കാരണോത്തി ഞാനാ, ജയശങ്കരി അമ്മ. ഇവിടെ ആര് നിൽക്കണം, ആര് പോണം, എന്ത് നടക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിക്കും. മോനെ ആദി, ഓ പൂജയെ വിളിച്ചോണ്ട് അകത്ത് പോ. കണ്ടല്ലോ എന്റെ പിള്ളേര് പോയത്. അവരൊരു ആത്മാവും 2 ശരീരവുമാ. അവരെ വേർപിരിക്കാന്ന് ആരും സ്വപ്നം കാണണ്ട. സ്വപ്നമൊന്നും ഇവിടെ ആരും കാണുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യം നിങ്ങൾ കണ്ടില്ലെന്ന് അടിക്കാൻ പാടില്ല. എന്ത് യാഥാർത്ഥ്യം? ഇപ്പൊ ഇവിടെ കണ്ടതിൽ കൂടുതൽ എന്ത് യാഥാർത്ഥ്യം ഉള്ളത്? ഈ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. പൂജ ഒരു നല്ല പെണ്ണാണെന്നും അവൾക്ക് വഴിപഴിച്ചു പോകാനാവില്ലെന്നും അവൾ ഈ ഭൂമിയിൽ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളെന്നും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ എന്റെ മകനാണെന്നും വ്യക്തമായിട്ട് എനിക്കറിയാവുന്ന യാഥാർത്ഥ്യങ്ങൾ. ഒരു കള്ള 1000 തവണ പറഞ്ഞാൽ സത്യമാവില്ല. ഇവിടെ ഒരൊറ്റ സത്യം മാത്രമേ ഉള്ളൂ. പൂജയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ചെമ്പകശ്ശേരിയിലെ ആദ്യത്തേനല്ല.